ബുംറ വിത്ത് ദ ന്യൂ ബോൾ, തിലക് വിത്ത് 100, മുംബൈ ഇന്ത്യൻസ് വിത്ത് ഫേമസ് വിൻ. 2012 ശേഷം ആദ്യമായിട്ടാണ് ടീം IPL ഒരു കളി ജയിച്ചുകൊണ്ട് ആരംഭിക്കുന്നത്. അങ്ങനെ വന്ന ടീമിന് പിന്നുള്ള 4 മത്സരങ്ങളും തോൽവി രുചിക്കേണ്ടി വരുന്നു. എന്നാൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് നടത്തിയ പ്രകടനം അല്ല, അവിടെ ഒന്നോ രണ്ടോ ഇൻഡിവിജ്വൽസിന്റെ പ്രകടനം തന്നെയാണ്. ഒരു ടീമായി നിന്ന് ബോൾ ചെയ്ത് മാറിയെന്ന് പറയാം. അതിനപ്പുറത്തേക്ക് ബാറ്റിങ്ങിൽ അവരുടെ പെർഫോമൻസ് പറയേണ്ടത് തന്നെയാണ്. തിലക് വേഴ്മാസ് 100, 22 പന്തിൽ 19 ആയിരുന്നു. പിന്നുള്ള 23 പന്തിലാണ് അദ്ദേഹം ആ കണ്ട റണ്ണുകളെല്ലാം നേടിയെടുത്തത്. അവസാന പന്തിൽ ഒരു ബൗണ്ടറി അടിച്ചാണ് 100 നേടുന്നത്. മുംബൈ ഇന്ത്യൻസ് 199-ലെത്തുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസിന് അവരുടെ തട്ടകത്തിൽ അതൊരു വലിയ മാച്ച് സ്കോർ അല്ല. പക്ഷേ തിരിച്ച് ആരംഭിക്കുന്നത് ബുംറയെ വെച്ചാണ്. ഈ IPL സീസണിൽ ആദ്യമായിട്ട് ബുംറ ന്യൂ ബോൾ എടുത്ത സമയം, ഈ IPL സീസണിൽ ബുംറ ആദ്യമായിട്ടൊരു വിക്കറ്റ് എടുക്കുന്ന സമയം, അത് മുംബൈക്ക് ഏറെ പ്രചോദനമായി എന്ന് പറയാം. അവിടെ നിന്ന് അവർ ഉപയോഗിച്ച ക്രിഷ് ഭഗത്തും അതുപോലെ തന്നെ അശ്വിനി കുമാറും, ഇവർ രണ്ടുപേരും ഹാർദിക് പാണ്ഡ്യക്കും ബുംറക്കും ഒപ്പം നിന്ന് എക്കണോമിക്കായി പന്തെറിഞ്ഞു മാറിയപ്പോൾ ഇതുവരെ ലാക്ക് ചെയ്ത ദീപക് ചഹറും ഷർദുൽ താക്കൂറും ലാക്ക് ചെയ്ത ആ ഒരു വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി അല്ല, റൺ ലീക്കിംഗ് എബിലിറ്റി, അത് ഈ രണ്ട് താരങ്ങളും കുറച്ചപ്പോൾ മിച്ച് സാൻഡറിനും വിക്കറ്റ് വരുന്ന കാഴ്ച. താനറിഞ്ഞ ആദ്യ ഓവറിൽ 2 വിക്കറ്റ് എടുത്തുകൊണ്ടാണ് മിച്ച് സാൻഡർ തുടക്കം കുറിക്കുന്നത്. അതോടുകൂടി മുംബൈ ഇന്ത്യൻസിന്റെ ഫോം ഇല്ലായ്മയെല്ലാം മാറുന്ന കാഴ്ച. 99 റൺസിന്റെ ഗംഭീര വിജയം സ്വന്തമാക്കി മുംബൈ ഇന്ത്യൻസ് ആരാധകർക്ക് മുമ്പിൽ ഒരു വലിയ തീന്മേശ ഒരുക്കുകയാണ്. ആൻഡ് വി ആർ സോ സാറ്റിസ്ഫൈഡ്, വി ആർ സോ ഹാപ്പി. മുംബൈ ഇന്ത്യൻസ് ഇങ്ങനെ തുടരട്ടെ ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർ എ കം ബാക്ക്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ സ്ട്രേറ്റ് 5 വിൻസ് ഇക്കുറി പോസിബിൾ ആണോ എന്നറിയില്ല, ബട്ട് സ്റ്റിൽ വി ആർ ഹോപ്പിംഗ് ഫോർ ദാറ്റ് ആൻഡ് മുംബൈ വിൽ ബി ബാക്ക്.